ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട് ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടയ്ക്കേണ്ടത് 50 രൂപ. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ. കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2100 രൂപ മിച്ചം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാ. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. അത് ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. അയാളും കൂടെ എവിടെ പോവാന്ന്. പോയേ. ചാത്തേട്ടൻ, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്കാ എഴുതിട്ടാ? പശുക്കൾക്കാ. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4 ആയി, 10 ആയി, 50 ആയി, 100 ആയി, 1000 ആയി. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം. ഒരു കാറ് വാങ്ങണം. ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വരാ രക്ഷിക്കണേ. നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാല. വരൾച്ച, അണക്കെട്ട് ചോർച്ച, പവർക്കെട്ട്, തമിഴ് പുലി, ആകെ കുഴപ്പ. എന്നാലും നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? അത്രയ്ക്ക് വേണ്ട. അത്രയ്ക്കും വേണ്ടായിരുന്നു. ജന്തുക്കള് ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നത് ഞാനങ്ങ് തിന്നു. അത് ശരി. അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്.